ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 7 ഓഫ് മൈ വർക്കൗട്ട് സീരീസ്. അപ്പോൾ എപ്പോഴത്തേയും പോലെ നമ്മൾ രാവിലെ എണീച്ചതിന് ശേഷം റണ്ണിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇന്നൊരു റിക്കവറി റണ്ണായിരുന്നു. ഞാൻ ഇന്ന് വാമപ്പ് ചെയ്തത് ഗ്രൗണ്ടിൽ പോയിട്ടാണ്, കാരണം വീട്ടിൽ നിന്ന് ചെയ്തില്ല. റീസൺ, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൗണ്ടിൽ എത്രത്തോളം ചളി ഉണ്ടാവും, ഓടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞാൻ ഒന്നാമത് റിക്കവറി റണ്ണും കൂടിയാണ്, സ്ലോ റണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ട് വാമപ്പ് ചെയ്ത് ഗ്രൗണ്ടിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചളി ഉണ്ടായിരുന്നു. പിന്നെ പറ്റുന്ന പോലെ ഞാൻ എന്തായാലും ഓടി, ഏകദേശം ഒരു 2 കിലോമീറ്റർ ഓടി തീർന്നു. ഗ്രൗണ്ട് എത്തി വാമപ്പ് ചെയ്തതിന് ശേഷം ഒരു 2 കിലോമീറ്റർ ഭയങ്കര സ്ലോ റണ്ണ്, ഫേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ലെവലിലാണ് ഓടിയുള്ളൂ. ഓക്കെ, അതിന് ശേഷം വീട്ടിലേക്ക് വന്ന് വർക്കിന് കയറി. ഇപ്പോൾ നമ്മൾ ഈവനിങ് സെക്ഷനകത്തുള്ള വർക്കൗട്ടിന് ചെയ്യാൻ വേണ്ടി പോകണം. പിന്നെ എപ്പോഴത്തേയും പോലെ എന്താണ് റിക്കവറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നല്ല ഹൈ ഇൻറ്റൻസിറ്റി തന്നെ നമ്മൾ ലെഗിന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഗിന് വർക്കൗട്ട് ചെയ്തുകൊണ്ട് അതിനൊരു റിക്കവറിയും കൂടിയിട്ടാണ് നമ്മൾ ആ സ്ലോ റൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെസ്റ്റ് ഡേ ആണ്, ചെസ്റ്റ് ഡേ അല്ല പുഷ് ഡേ. ഇന്ന് പുഷ് ഡേ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ വാമപ്പിലോട്ട് കിടക്കാം. അങ്ങനെ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലൈൻഡ് പുഷപ്പാണ്. നമുക്ക് വേഗം തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ലെവലിൽ നിന്നിട്ട് ചെയറിൻ്റെ മുകളിൽ ഞാൻ കാല് വെച്ചിട്ട് ഈ ഒരു ലെവലിൽ നിന്നതിന് ശേഷം ആണ് ചെയ്യൽ. എൻ്റെ കയ്യിൽ ബാഗിൽ ഏകദേശം ഒരു 7 kg ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണിത്. നല്ല രീതിക്ക് ചെസ്റ്റ് ആക്ടിവേറ്റ് ആവും. നമ്മുടെ അപ്പർ ചെസ്റ്റിന് നല്ല രീതിക്ക് ഗുണം ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഓക്കെ, ഓക്കെ ദെൻ പിന്നെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഈ ഒരു ലെവലിൽ നിന്നതിന് ശേഷം 2 ചെങ്കല്ല് വെച്ചിട്ടുണ്ട്. നോർമൽ പുഷപ്പ് തന്നെയാണ്, പക്ഷേ ഈ ചെങ്കല്ല് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താഴോട്ട് പോകുമ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ചെസ്റ്റ് ഫുൾ ആക്ടിവേറ്റ് ആവും. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. വളരെ എഫക്റ്റീവാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് എക്സസൈസും കൂടിയാണ്. ഓക്കെ, ബാഗിൽ ഏകദേശം 5 കിലോ ഉള്ളൂ. നമ്മൾ ഡിക്ലൈൻ ചെയ്തപ്പോൾ 7.5 kg ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 കിലോ ആക്കി. ഓക്കെ, ഇതെനിക്ക് 10 reps കൂടുള്ളൂ. മാക്സിമം എൻ്റെ 10 reps ആണ്. ഇതിൽ ഒരു റെപ്പ് കൂട്ടാൻ ശ്രമിക്കാം. നമുക്ക് നോക്കാം എത്രത്തോളം പറ്റുന്നു. കണ്ടോ, ഇതുണ്ട ലാസ്റ്റ് റെപ്യൂട്ടേഷൻ ഒന്നാം പോലും കിട്ടില്ല. അത്രത്തോളം നമ്മൾ ഒരു റെപ്പ് കൂടി ഞാൻ എക്സ്ട്രാ ചെയ്യാൻ നോക്കട്ടെ എത്രത്തോളം പറ്റുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് നോക്കിയോ, റെപ്പ് പോകാൻ നോക്കുകയാണ്. നടക്കണ്ട ഗൈസ്. ഓക്കെ ഗൈസ്,
പിന്നെ നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡംബൽ ഫ്ലൈസ് ആണ്. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബെഞ്ചില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിക്കാണ് ചെയ്യല്. ഓക്കെ, സ്ലോയിലാണ് ചെയ്യല്. പിന്നെ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് എക്സസൈസ് ഡിപ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിപ്സ് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വേണ്ട തന്നെ ആ ഒരു എക്സസൈസ് ചെയ്യാം. അങ്ങനെ ഡിപ്സും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എക്സസൈസ് ആണ്. ഇതാണ് ലാസ്റ്റ് എക്സസൈസ്. ഇതോടെ പുഷ്ടയ്ക്കകത്തുള്ള എക്സസൈസുകൾ കംപ്ലീറ്റ് ആയിട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ എക്സസൈസ് ആണിത്. നമുക്ക് ആ ഒരു എക്സസൈസ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന ഒരു എക്സസൈസ് തന്നെയാണ് ഇത്. പക്ഷെ ട്രൈസെപ്സിന് വളരെ നല്ലതാണ്. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പുഷ് ഡേക്കകത്തുള്ള എല്ലാ വർക്കൗട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും എക്സസൈസുകളാണ് ഞാൻ പുഷ് ഡേയിൽ ചെയ്യാറ്. ഇനി നമ്മൾ സ്ട്രെച്ചിങ് റൂട്ടീനിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുഷ് ഡേ ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി നമ്മുടെ ചെസ്റ്റ് മസിൽസിനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്ത എല്ലാ എക്സസൈസുകളും 2 സെറ്റ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2 സെറ്റ്സ് ആണ് ഞാൻ ചെയ്യല്. ഓക്കെ, 2 സെറ്റ്സ് ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിനർ എന്നോട് 2 സെറ്റ്സ് ചെയ്യാനാണ് പറഞ്ഞത്. എനിക്കൊരു ട്രെയിനർ ഉണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിലല്ല ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. എനിക്കൊരു ട്രെയിനർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയണ പോലെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യല്. എന്നെക്കൊണ്ട് 2 സെറ്റ്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 സെറ്റ്സാണ് ചെയ്യുന്നത്. റെപ്പിറ്റേഷൻ ഞാൻ കഴിഞ്ഞ വീക്കിൽ ചെയ്തതിനേക്കാളും 1 റെപ്പ് കൂടുതൽ അടിക്കും. അങ്ങനെ ഞാൻ ചെയ്യില്ല. എല്ലാ റെപ്പിറ്റേഷനും ഞാൻ നോട്ട് ചെയ്ത് വെക്കലുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്യില്ല കേട്ടോ. ഓരോ എക്സസൈസും ചെയ്ത റെപ്പിറ്റേഷൻ ഞാൻ എഴുതി വെക്കും. ഇന്ന എക്സസൈസ് ഇത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അതിനെയും വെച്ച് 1 റെപ്പിറ്റേഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ അതേ റെപ്പിറ്റേഷൻ സ്ലോയിൽ അടിക്കുകയോ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ സ്ട്രെച്ചിങ് റൂട്ടീനിലോട്ട് കിടക്കാം.
ഓക്കെ, നമ്മൾ ചെസ്റ്റ് മസിലിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെസ്റ്റിനെയാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നതിന് ശേഷം നമ്മൾ ബോഡി ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ നമ്മൾ തിരിയുക. ഈ ചെസ്റ്റ് മസിലിനെ ടാർഗറ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ തിരിയുക. ഓക്കെ, ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആവണം. ചെസ്റ്റ് ഇങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മസിൽസ് നല്ല രീതിക്ക് സ്ട്രെച്ച് ആവണം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ചെസ്റ്റിന് ഇതുവരെ സ്ട്രെച്ച് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ എക്സസൈസ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെസ്റ്റിൻ്റെ സ്ട്രെച്ചിങ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എന്നോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ there is no shortcuts, no excuses, stay disciplined and don't lose focus. See you tomorrow. Bye.